വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുണ്ട് എല്ലാവരുടെ പഠനമൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞോ? ഓക്കെ, കൊടുക്കാത്തവരൊക്കെ കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് ആവുന്നത് വരെ ആവാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഞാൻ ഇന്ന് പറയാനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ ചുരുങ്ങിയൊരു സമയം കൊണ്ട്, അല്ലെ മെയിലാണ് നമുക്ക് ഡിഗ്രി പ്രിലിംസ് വരുന്നത്. ഓക്കെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഡിവിഷണൽ അക്കൗണ്ട്, SIയുടെ അങ്ങനെയുള്ള ഡിഗ്രിയുടെ പ്രിലിംസ് നമുക്ക് വരാനായിട്ട് പോകുന്നത് മെയ് മാസത്തിലായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു സ്മാർട്ട് സ്റ്റഡി അല്ലെങ്കിൽ ഒരു സ്മാർട്ട് വർക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു PSCയുടെ ഒരു ജോബിലോട്ട് കയറാം എന്നുള്ള ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണുള്ളതെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിഗ്രിയുടെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. അതായത് ഹിസ്റ്ററി 10 മാർക്കിനാണ്, ജോഗ്രഫി 5, എക്കണോമിക്സ് 5, സിവിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10, ബേസിക് കമ്പ്യൂട്ടർ 5, സയൻസ് ആൻഡ് ടെക്നോളജി 5, സിമ്പിൾ അരിത്തമാറ്റിക് മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 20, ജനറൽ ഇംഗ്ലീഷ് 20, റീജിയണൽ ലാംഗ്വേജ് മലയാളം, കന്നഡ ഓർ തമിഴ് 10 മാർക്കിന്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ വരുന്ന എത്രയാണ്? 100 മാർക്കിനാണ് അല്ലേ? 100 മാർക്കിനാണ് നമുക്കിവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാർട്ട് വർക്കാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഒരിക്കലും ഈ ആദ്യം വരുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടോ, അതായത് ജനറൽ നോളജിൽ വരുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, ബേസിക് കമ്പ്യൂട്ടർ, സയൻസ്, ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നോക്കിക്കേ. ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കുന്ന സമയത്ത് ഇത് വരുന്നതാണ് 50 മാർക്കിന്. അതായത് 2, 4, 6, 8 ടോപ്പിക് അല്ലേ? 8 ടോപ്പിക്കുകൾ ചേർന്നിട്ട് വരുന്നതാണ് 50 മാർക്കിനെന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ മാസങ്ങൾ ഇരുന്ന് പഠിച്ചാൽ പോലും തീരാത്ത രീതിയിലുള്ള ടോപ്പിക്സാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഹിസ്റ്ററി, ജോഗ്രഫി എന്ന് പറയുന്നത് എത്രത്തോളം നീണ്ടു കിടക്കുന്ന ഒരു ഇതാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ എത്ര പഠിച്ചാലും തീരാത്തൊരു ഏരിയയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ്? നമ്മളുടെ മാത്സ്, മെൻ്റൽ എബിലിറ്റിയുടെ, പിന്നെ ഇംഗ്ലീഷ്, മലയാളം. ഓക്കെ, അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് 50 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ 8 ടോപ്പിക്കിന് 50 മാർക്കും അതുപോലെ തന്നെ വേറൊരു 3 ടോപ്പിക്കിനും 50 മാർക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിനാണ്? ഓഫ്കോഴ്സ് നമ്മൾ ഫസ്റ്റ് ഉള്ളത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ കൂടി നമ്മൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് ഞാൻ പഠിക്കാൻ, അതായത് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അവസാനത്തെ 3 ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് പോവേണ്ടത്. കാരണം നമ്മളുടെ ഈ ഡിഗ്രി പ്രിലിംസ് എന്നല്ല, നമ്മൾ ഒരു വ്യക്തി എഴുതുന്ന ഏതൊരു PSC പരീക്ഷകളിലും നിർണായക പങ്ക് വഹിക്കുക, അതായത് ഒരു വ്യക്തിയുടെ റാങ്കിങ്ങിന് നിർണായക പങ്ക് വഹിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർ. ഓക്കെ, ഈ 4 ടോപ്പിക്കാണ് വരുന്നത്. അതായത് ഈ 4 ടോപ്പിക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മാർക്കും ബാക്കി 8-9 ടോപ്പിക്കിന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മാർക്കും സെയിം ആണല്ലേ, 50 മാർക്ക്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പഠിച്ച് കടൽ പോലെ കിടക്കുന്ന ഒരു സംഭവം എടുത്തിട്ട് നമ്മൾ പഠിക്കണോ, അതോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കണോ? നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഈ 3 എണ്ണത്തിന് വന്നിട്ട് വ്യക്തമായ സിലബസ് തന്നിട്ടുണ്ട് അല്ലേ? വ്യക്തമായിട്ടുള്ളൊരു സിലബസും വ്യക്തമായിട്ടുള്ള ഇക്വേഷൻസോടും കൂടിയിട്ടുള്ള ഒരു സംഭവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് മാത്സിലൊക്കെ പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിലും നമുക്ക് പഠിച്ചാൽ കിട്ടാവുന്ന രീതിയിലേ ഉള്ളൂ. മലയാളം ആണെങ്കിൽ എന്താണ്? മലയാളം എന്ന് പറയുന്ന സമയത്ത് അത്യാവശ്യം ഏതൊരു വ്യക്തിക്കും എങ്ങനെ പോയാലും ഒരു 6 മാർക്കോ 7 മാർക്കോ വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്കാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ ബാക്കിയുള്ളവർ വിചാരിക്കുന്നുണ്ടോ ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ സയൻസ്, അതുപോലെ എക്കണോമിക്സ്, സിവിക്സ് ഒക്കെ പറയുന്നതൊക്കെ തിയറി അല്ലേ, അത് കുറച്ചുകൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവുമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ടൈം എടുക്കും അല്ലേ? പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് എക്കണോമിക്സും അതുപോലെ തന്നെ നമ്മുടെ സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഒന്നും അത്ര പെട്ടെന്നൊന്നും തലയിൽ കയറില്ല. അപ്പം നമ്മൾ അതിൽ കുറേ കാലമായിട്ടുള്ള ആൾക്കാരും ഇത് വായിച്ച് ഇങ്ങനെ ഇതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടാക്കി നമ്മൾ കൊണ്ടുപോകുന്ന ഒരാൾക്കാർക്ക് മാത്രമേ അത് വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അല്ലാത്ത ആൾക്കാർക്കെന്ന് പറയുന്നത് ഇത് വലിയ മനസ്സിലാവുന്ന ഒരു കാര്യമൊന്നും അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് സ്റ്റഡിയാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. അതെന്താണ്? ഞാൻ ഈ പറഞ്ഞതുപോലെ അവസാനത്തെ ആ 3 ടോപ്പിക്കുകൾ, ഓക്കെ, അവസാനത്തെ ആ 3 ടോപ്പിക്കുകൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതായത്
ഡെയിലി ഒരു 5 അവേഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നെങ്കിൽ ഒരു എന്താ പറയുക 3.5 അവേഴ്സ് ഇതിനും ബാക്കിയുള്ളതിനൊരു 1.5 അവറും വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, എനിക്ക് ശ്രമിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റായി ഇഗ്നോർ ചെയ്ത് വിടാൻ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഏതിലാണ് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ കൂടി ഇതിലോട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ ടൈമിനുള്ളിൽ എങ്ങനെ നമുക്ക് പ്രിലിംസ് നേടിയെടുക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യണം. മെയ് ആണ് അല്ലേ? ഇപ്പോൾ നമുക്ക് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസത്തെ ഒരു സമയം നമുക്കുള്ളൂ. ഫെബ്രുവരി ഓൾറെഡി കഴിയാറായി. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 പഠിച്ച് പ്രിലിംസിൽ ഇടം നേടണോ അതോ മൊത്തം പഠിച്ചിട്ട് നമ്മൾ ഒന്നുമില്ലാതെ ഇരിക്കണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. വേറൊരു കാര്യം ഞാൻ പറയാം. പ്രിലിംസ് എന്ന് പറഞ്ഞത് നടത്തുന്നത് എന്താ അറിയോ? നമ്മൾ ഫസ്റ്റ് റാങ്കിൽ എത്തണം അല്ലെങ്കിൽ നമ്മൾ 1ാമത് എത്തണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല. മെയിൻ പരീക്ഷ എഴുതാനായി നിങ്ങൾ യോഗ്യരാണോ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ളൊരു യോഗ്യതാ ടെസ്റ്റ് മാത്രമാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ലിസ്റ്റിലൊന്ന് കയറിയാൽ മാത്രം മതി അല്ലേ? ഇപ്പോൾ ഒരു 4 ലക്ഷം പേരിനെയാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 4 ലക്ഷത്തിൽ ഒരാളായാൽ മാത്രം മതി. അല്ലാതെ ഒരിക്കലും നമ്മളുടെ മെയിൻ എക്സാം നടത്തുന്നത് പോലെ നിങ്ങൾ 1ാം റാങ്കിൽ വരണം 2ാം റാങ്കിൽ വരണം എന്നൊന്നും നിങ്ങൾ വാശി പിടിക്കേണ്ട. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എയിം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും PSC അതായത് പ്രിലിംസ് ക്രാക്ക് ചെയ്യണം, പ്രിലിംസ് ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. കുറേ പേര് പറയുന്നുണ്ട്, ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നമ്മുടെ ഈ ഓൺലൈൻ അക്കാദമിയിലൊക്കെ കണ്ടുവരുന്നൊരു സംഭവമാണ് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം PSC. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നമ്മളുടെ ഇതുണ്ടല്ലോ എന്താ മെയിൻസിൻ്റെ സിലബസ് വെച്ച് പഠിക്കണം. ഓക്കെ, പ്രിലിംസിൻ്റെ സിലബസ് വെച്ച് പഠിക്കരുത്, മെയിൻസിൻ്റെ സിലബസ് വെച്ച് നിങ്ങൾ പഠിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോബിൽ കയറാൻ പറ്റും എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഒരു ടോക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആണ് കേട്ടോ. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രിലിംസ് പഠിക്കുന്നുണ്ട് അല്ലേ? പ്രിലിംസ് പഠിക്കുന്നുണ്ട്, മെയിൻസിന് ചേർത്തിയിട്ടാണ് നമ്മൾ ഒരു സംഭവം പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതൊന്ന് നോക്കൂ, ഇത് വന്നിട്ട് ഒരു എക്സാമ്പിളാണ് കേട്ടോ. ഇതൊന്നും അല്ല ഇപ്പോഴത്തെ സിലബസ്. എന്നാലും ഞാൻ പറയുകയാണ്, ഈ പ്രിലിംസിനും മെയിൻസിനും വേണ്ടി ഒരുമിച്ച് പഠിക്കണം എന്ന് പറയുന്നവരോടും അതിനുവേണ്ടി അത്രയും എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് പഠിക്കുന്നവരോടും വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഇതിൻ്റെ സിലബസ് നിങ്ങളൊന്ന് നോക്കൂ. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ സിലബസ് എന്ന് പറയുന്നത് അല്ലേ? 2 പേപ്പറാണുള്ളത്, 100 മാർക്കിൻ്റെ 2 പേപ്പർ പ്ലസ് ഇൻ്റർവ്യൂ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ പ്രിലിംസ് ഒന്ന് ക്ലിയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെയും 100 മാർക്ക്, ഇപ്പം നമ്മൾ ടോട്ടൽ ഒരു 100 മാർക്കാണ് ഇപ്പം നമുക്ക് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. അതിന് വേണ്ടി ഇപ്പോൾ തന്നെ 300 മാർക്കിന് ഇരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രിലിംസിനും മെയിൻസിനും ചേർത്ത് പഠിക്കാതിരിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ആദ്യത്തെ നിങ്ങളുടെ ഒരു അറ്റംപ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം മുഴുവൻ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ കൊടുത്ത് പഠിക്കേണ്ടതെന്ന് പറയുന്നത് പ്രിലിംസിന് തന്നെയാണ്. ഓക്കെ, മെയിൻസിന് ചേർത്തിയിട്ടല്ല ഇപ്പോൾ പഠിക്കേണ്ടത്. ഞാൻ ജോലി നേടാനുള്ളൊരു എന്താ പറയുക, ഒരു എളുപ്പ വഴിയെന്നല്ല, എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഇപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് 300 മാർക്കിന് ഇരുന്നാൽ നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾ 100 മാർക്കിൻ്റെ പേപ്പർ ആദ്യം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഈ 300 മാർക്കിനുള്ളത് ഇരുന്ന് പഠിച്ചിട്ട് അവസാനം 100 മാർക്കിൻ്റെ പേപ്പർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ അവസാനത്തെ പഠിച്ചത് മുഴുവൻ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന കാര്യം എന്താണോ അത് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി എങ്ങനെ പഠിച്ചാൽ ഏത് ഏരിയ ക്രാക്ക് ചെയ്യണം, എങ്ങനെ പഠിക്കണം, എവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എൻ്റെ വീക്ക് ആയിട്ടുള്ള ഏരിയ ഏതാണെന്നുള്ളത് ഫസ്റ്റ് റിയലൈസ് ചെയ്യുക. അത് റിയലൈസ് ചെയ്തതിന് ശേഷം മാത്രം പഠിക്കാനായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കൂ, നമുക്ക് എന്താ പറയുക, നമ്മളുടെ കറണ്ട് അഫയേഴ്സ്, മറ്റേ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ള കാര്യങ്ങൾ 45 മാർക്സിന് വരുന്നുണ്ട്. ബാക്കിയുള്ളതെന്ന് പറയുന്നത് 55 മാർക്സിനാണ് അല്ലേ? ബാക്കിയുള്ളത് എത്ര എണ്ണം ഉണ്ട് ഒന്ന് എണ്ണി നോക്കൂ അല്ലേ? അതായത് 11ഓളം ടോപ്പിക്സ് കൂടെ ചേർന്നിട്ടാണ് ബാക്കി 55 മാർക്കിന് വരുന്നത്. അപ്പോൾ ഒരു പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ ഒരാൾക്ക് വേണ്ടത് എങ്ങനെയും ഇപ്പോൾ ഉള്ള ഡിഗ്രി പ്രിലിംസ് എന്നൊക്കെ പറയുന്നത് ഒരു 50 മാർക്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 55 ആ ഒരു റേഞ്ചിലൊക്കെ മേടിച്ചാൽ മതിയാവും. ഓക്കെ, അത് അറിയാം കൂടുതലാണ്, പക്ഷെ എന്നാൽ കൂടി ആ ഒരു റേഞ്ചിൽ മതിയാവും. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവസാനത്തെ ആ 4 ടോപ്പിക് ആദ്യം അങ്ങോട്ട് ക്ലിയർ ചെയ്യുക മീൻസ് മാക്സിമം എഫേർട്ട് എടുക്കുക, പഠിക്കുക. ഓക്കെ, അത് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ളതിലോട്ട് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അല്ലേ സ്മാർട്ട് വർക്ക് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റ് മീൻസ് നമ്മളുടെ പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ ഈ പഠിച്ചുകൊണ്ടേയിരിക്കും അല്ലേ, എവിടെയും നമ്മൾ എത്തൂല്ല, നമ്മുടെ ടോപ്പിക്സ് ഒത്ത് കഴിയൂല, നമ്മൾ വീണ്ടും അടുത്ത എക്സാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ, ഡിവിഷണൽ അക്കൗണ്ട്, SI അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് സിലബസ് അറിഞ്ഞ് പഠിക്കുക. ഓക്കെ, സിലബസ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക, ഏത് ഏരിയ കവർ ചെയ്യണം എന്നുള്ളത് ആദ്യം അറിയുക, അത് മനസ്സിലായതിന് ശേഷം മാത്രം നിങ്ങൾ പഠിക്കുക. ഈ ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള സംഭവങ്ങൾ വാരി വലിച്ചിരുന്ന് പഠിക്കാതിരിക്കുക, അതൊന്നും മാസങ്ങൾ പഠിച്ചാൽ പോലും തീരാത്ത ടോപ്പിക്സാണ്. അപ്പോൾ അതുകൊണ്ട് ടോപ്പിക്സ് മനസ്സിലാക്കുക. ഓക്കെ, അതായത് നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർ പോലുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രിലിംസിൻ്റെ കാര്യങ്ങളായാലും ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും ഒരുപാട് എക്സാമുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഡെയിലി ഒരു 2 പേപ്പർ വെച്ചിട്ടെങ്കിലും ഇനി മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. എത്രത്തോളം നമ്മൾ വീട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ അത് നമുക്ക് അത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക, പഠിക്കാനായിട്ട് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ ഇത് നിങ്ങൾ നേടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ഹോപ്പ് നിങ്ങൾ വിടാതിരിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ പഠിക്കേണ്ടത് മാത്രം പഠിക്കുക. ഓക്കെ, ആവശ്യമുള്ളത് മാത്രം പഠിക്കുക, അല്ലാത്ത കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുക, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഈ നമ്മളുടെ ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പോലത്തെ നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ നമ്മുടെ കേരളം, ഇന്ത്യ അങ്ങനെയുള്ള കുറേ കിടക്കുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ, അതൊക്കെ മാക്സിമം അങ്ങോട്ട് ജസ്റ്റ് വായിച്ച് വിടുക. അതായത് തുറന്ന് നോക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, തുറന്നേ നോക്കരുതെന്ന് പറയില്ല. അതായത് മാക്സിമം വേണ്ടത് മാത്രം പഠിക്കുക. ഓക്കെ, ഇനി അങ്ങോട്ട് മാക്സിമം സ്മാർട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രിലിംസിൽ ഇടം നേടാനായിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. മാക്സിമം ഒരു കാര്യം മൈൻഡിൽ വയ്ക്കുക, പ്രിലിംസ് കിട്ടിയാൽ മാത്രമേ മെയിൻസ് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം വർക്ക് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. പറഞ്ഞതുപോലെ ഫോളോ ചെയ്യുക.